നമസ്കാരം, A1 ന്യൂസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് അതിക്രൂരമായ ഒരു കൊലപാതകം നമ്മുടെ ചെറുപുഴക്കടുത്ത് മഞ്ഞക്കാടിനടുത്ത പെരിങ്ങാല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്നിട്ടുണ്ട്. അപ്പം ഏകദേശം ഇന്ന് രാവിലെയോട് കൂടിയാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിയത്. ഈ കാണുന്ന ഈ ഒരു വീട്ടിൽ വെച്ചാണ് ഈ ക്രൂരമായ ഒരു കൊലപാതകം നടന്നത്. അച്ഛനും മകനും തമ്മിലുള്ള ചെറിയ വാക്കുതർക്കം ആകാനാണ് സാധ്യത. അതിന് അച്ഛനും മകനും തമ്മിൽ പരസ്പരം വെട്ടിയിരിക്കുകയാണ്. വെട്ടേറ്റ് മകനിവിടെ മരിച്ചു കിടക്കുന്ന നിലയിലാണ്. പെരിങ്ങാല പരിക്കനലത്തിൽ 46 വയസ്സുള്ള സനിൽ ആണ് മരിച്ചത്. പെരിങ്ങാലയിലെ പരിക്കനലത്തിൽ രാഘവനാണ് വെട്ടിയത്. അച്ഛൻ അതീവ ഗുരുതരാവസ്ഥയിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ നേടിയിരിക്കുകയാണ്. ഇവിടെ വളരെ സ്നേഹത്തോടു കൂടി അച്ഛനും മകനും മാത്രം താമസിക്കുന്ന ഒരു വീടാണിത്. മറ്റു കുടുംബക്കാരും തന്നെ ഇപ്പോൾ വീട്ടില്ല. ഇവർക്കുള്ള ഒരു ജ്യേഷ്ഠൻ പെരിങ്ങോത്താണ്. അപ്പം ഒരു തർക്കങ്ങളോ കാര്യങ്ങളോ അയൽവക്കക്കാരായാലും നാട്ടുകാർക്കായാലും ഇവർ തമ്മിൽ ഒരു തർക്കങ്ങളൊന്നും ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. എന്ത് സംഭവിച്ചു എന്ന് ഇനിയിപ്പം അന്വേഷിക്കേണ്ടിയിരിക്കുകയാണ്. അത്രയും പൈശാചികമായ ഒരു കൊലപാതകമാണ്. നിരവധി വെട്ടുകളാണ് ഇവിടെ മൃതദേഹത്തിലുള്ളത്. അതുപോലെ അച്ഛൻ്റെ കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. അച്ഛനിപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റൽ ചികിത്സയിലാണ്. അപ്പം ഇവിടെ പോലീസ് അവരുടെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ സ്ഥലത്ത് എത്തണം. അതിനുശേഷം മാത്രമേ ഇവിടെ നിന്ന് ഇപ്പോൾ ബോഡി എടുക്കൂ. ആലക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഏകദേശം ഇന്ന് രാവിലെയോട് കൂടിയാണ് ഇത് പൊതുജനം അറിയുന്നത്. 1-2 അയൽവാസികളും അതുപോലെ ബന്ധുക്കളും നമ്മോടൊപ്പം ചേരുകയാണ്. 9 കാലയപ്പത്തിന് ഫോൺ വിളിച്ചിങ്ങനെ പറഞ്ഞ ആള് ഇങ്ങനെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്, പോയി നോക്കാമെന്ന് പറഞ്ഞ് നമ്മൾ 2-3 നാളിങ്ങനെ വന്നിട്ട് ഇവിടെ വരുമ്പോൾ സാഹചര്യം ഇങ്ങനെ കിടക്കുന്ന കണ്ടത്. അപ്പോൾ തന്നെ നമ്മൾ ആംബുലൻസ് വിളിച്ചു. പരിക്കേറ്റ ആളെ നേരെ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൽ വിട്ടു. അതിനുശേഷം പോലീസിൽ വിളിച്ചു പറഞ്ഞു നിങ്ങൾ അവരെ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് വിടുകയത് ഹോസ്പിറ്റലിൽ പോയി. പിന്നെ അത് പോലീസ് എല്ലാം വന്ന് അങ്ങനെയുണ്ട്. ഹോസ്പിറ്റലിൽ പേര് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ സ്കാനിങ്ങിൽ കയറ്റിയിട്ടുള്ളതെന്ന് പറഞ്ഞ്. അവർ അച്ഛനും മോനേ ഉള്ളൂ. 40 വർഷം ആയിട്ടുണ്ടാവും. 40 അല്ലല്ല, അത് കൂടുതലായിട്ടുണ്ട്. അവൻ പ്രത്യേകം വീട്ടിൽ തന്നെ പറമ്പും കാര്യങ്ങളും അച്ഛനോട് മാത്രമേ ഉള്ളൂ. മദ്യപിക്കലുണ്ട്. പിന്നെ ഒരു മാനസികത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതിന് മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങൽ കുറവാണ്. അപൂർവമായിട്ട് എന്തെങ്കിലും സാധനം മേടിക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങലുള്ളൂ. എന്നിട്ട് അച്ഛൻ മോൻ തന്നെ ഒന്നിച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിഞ്ഞു. പുള്ളി ഒന്നുമില്ല, വീട്ടിൽ തന്നെ. ഇവിടെ ടാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പിന്നെ ഒന്നും ചെയ്തില്ല. ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉള്ളത്. നിങ്ങളിപ്പോൾ ഇത് എപ്പോഴാണ് അറിഞ്ഞത്? ഞാൻ ഒരു 10 മണിയെങ്കിലും ആയി. ഇത് പിന്നെ ഞാൻ ചെന്നാവ് പിന്നെ പെരിങ്ങാലയുണ്ടായിരുന്നു. ചെന്നാവക്കിൽ അവിടുന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ വരുന്നത്. എന്നിട്ട് വണ്ടി ആംബുലൻസ് പോകുന്നത് കണ്ടായിരുന്നു. ഞാൻ അതിൽ പോകുന്നത് കണ്ടായിരുന്നു. രാഘവട്ട നേരെ സഹോദരൻ? നേരെയല്ല, എന്നാലും സഹോദരന്മാരായിട്ട് വരും. പരിക്കേറ്റ ഈ രാഘവൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ ഈ നമ്മുടെ പ്ലാക്കൂട്ടം ആംബുലൻസിൻ്റെ സജ്ജിയായിട്ടാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. നമ്മളെ ഇവിടെ എത്തുമ്പോൾ ഞാൻ ഇവിടുന്ന് നാട്ടുകാരെ വിളിച്ച് അടിസ്ഥാനത്തിൽ നമ്മളിവിടെ വരികയും ഇവിടെ വന്ന് വണ്ടി പെട്ടെന്ന് സ്പൈൻ ബോർഡ് എടുത്ത് അവിടെ കൊണ്ടുപോയി അവിടുന്ന് പെട്ടെന്ന് രോഗിനെ നടക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ അവിടെ ഇരിക്കുമായിരുന്നു. കുറച്ച് ദൂരമുണ്ട് ഇവിടുന്ന് നടന്നു പോകണേ, കുറച്ച് ദൂരമുണ്ട്. ഒരു 3-4 പറമ്പ് അപ്പുറമാണ്. വണ്ടി വെച്ചെടുത്ത് 3-4 പറമ്പ് അപ്പുറമാണ്. ആ പോയി എടുത്തോണ്ട് വന്ന് നമ്മൾ സ്പൈൻ ബോർഡിൽ കൊണ്ടുവന്ന് നമ്മൾ ബോധക്കേട് ഇല്ല. നല്ല ഇതിലെ നല്ല വെട്ടുണ്ട്, നല്ല വെട്ടിലുള്ള നല്ല പരിക്കുണ്ട്. ഇതിലെ മകൻ മരിച്ച് പുറകെ കിടക്കുക. മകനെ നമ്മൾ നോക്കാൻ നിന്നിട്ടില്ല. പോലീസുകാർ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ല. പെട്ടെന്ന് നമ്മൾ അച്ഛനെ എടുത്തിട്ട് നമ്മൾ പരിയാരത്തേക്ക് കൊണ്ടുപോയത്. നല്ല പരിക്ക്, ഇതിൽ നല്ല പരിക്കുണ്ട്. പരിയാരം എത്തുമ്പോൾ ഫുൾ ബ്ലഡാണ്. മുഖവും ശരീരം എല്ലാം ഫുൾ ബ്ലഡ്. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പേ നല്ല കുറച്ച് സമയമുണ്ട്. ബ്ലഡ് ഫ്ലോട്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു 1-1.5 മണിക്കൂർ 2 മണിക്കൂർ ഏകദേശം ആയിട്ടുണ്ടാവും. അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ പുറം ലോകത്തെ അറിയിച്ചത് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. ഏതായാലും അതിക്രൂരമായ അതിദാരുണമായ ഒരു സംഭവമാണ്. നമ്മുടെ നാടിനെ നടുക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ബസ് സ്റ്റോപ്പ് മറ്റേ ഇവിടെ ഇരുന്ന ബസ് സ്റ്റോപ്പിൽ അത് ഒന്ന് പറയാം.
ഗിഫ്റ്റ് ഐറ്റംസിന്റെയും അടുക്കള ഉപകരണങ്ങളുടെയും വിപുലമായ ഏറ്റവും പുതിയ കളക്ഷൻസുമായി നമ്മുടെ ഗൃഹലക്ഷ്മി 4ാം വർഷം പിന്നിട്ട് 5ാം വയസ്സിലേക്ക്. സഹകരിച്ച എല്ലാവർക്കും നന്ദി. വാർഷികം പ്രമാണിച്ച് നവംബർ 25 മുതൽ വമ്പൻ ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കുന്നു. പ്രഷർ കുക്കർ 50% ഓഫ്, ഗ്യാസ് സ്റ്റൗ 50% ഓഫ്, മിക്സി 20 മുതൽ 40% വരെ ഓഫ്, കാസ്ട്രോൾ MRP 930, ഓഫർ പ്രൈസ് 399, അപ്പച്ചട്ടി 290, ഇൻഡക്ഷൻ കോപ്പ് ടോപ്പ് MRP 3890, ഓഫർ പ്രൈസിൽ 1599, നോൺ സ്റ്റിക് 4 പീസ് സെറ്റ് MRP 2990, ഓഫർ പ്രൈസിൽ 999. മറ്റനവധി ഓഫറും. ഇപ്പോൾ തന്നെ ഗൃഹലക്ഷ്മി സന്ദർശിക്കൂ. എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മികച്ച ഓഫറിൽ സ്വന്തമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ.